കളർ പേപ്പർ ഉണ്ടോ എന്ന് ഓടി പോയോ, നമുക്കൊരു സാധനം ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ 2 കളറിലെ കളർ പേപ്പർ എടുത്ത് കട്ട് ഇതുപോലെ റോളാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ എണ്ണം വേണം. ഞാനിപ്പോൾ 2 കളറിലും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡ്ബോർഡ് എടുക്കുക, അതിലൊന്നൊരു വട്ടം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഷെയ്ഡിലെ കളർ എടുക്കുക. ഞാനിപ്പം വയലറ്റും മജന്ത ആയിട്ട് എടുത്തുള്ളത്. അതിന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുക. ഞാനിപ്പം സൈഡിൽ വയലറ്റും ഉള്ളിലും മജന്ത വരുന്ന രീതിയിലാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ആ റോളൊക്കെ ഇരുന്നിട്ട് ഇതുപോലെ 4ആയിട്ടോ 3ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുക്കുന്നു കേട്ടോ. സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാത്തിനും കട്ട് ചെയ്ത് ഇഷ്ടം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഉണങ്ങി വന്നിട്ട് ഇതുപോലെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതിന് ഉള്ളിൽ വെക്കാൻ വേണ്ടി ഒരു സാധനം വേണം കേട്ടോ. അത് കളർ അടിച്ച് ഉണങ്ങിയതിന് ശേഷം എടുക്കുക. നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി വന്ന് എൻ്റെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഞാൻ ഒരു റോൾ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. എന്നിട്ട് സൈഡിൽ ഒട്ടിച്ചെടുത്ത് ഇതുപോലെ മിറർ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടപ്പ് റെഡി. അപ്പോൾ ഇത്രയുള്ള സംഭവം ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അതിനുള്ളിൽ വെക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പണ്ടുണ്ടാക്കിയ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. പണ്ടുണ്ടാക്കിയത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ ഇട്ട് വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് സൂക്ഷിക്കാനാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബൈ.